പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിലെ ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. സച്ചിൻ തെണ്ടുൽക്കറുടെ ചാപ്റ്ററായ ലേണിംഗ് ദ ഗെയിം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ പറഞ്ഞു വെച്ച കാര്യം ഇതായിരുന്നു: സച്ചിൻ തെണ്ടുൽക്കർ ചെറുപ്പ കാലഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ച പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്തൊക്കെയാണ് എന്നുള്ളതും അതെങ്ങനെ അദ്ദേഹത്തെ നല്ലൊരു കളിക്കാരനാക്കി മാറ്റി എന്നുള്ളതും അദ്ദേഹം ലോകം അറിയപ്പെടുന്നൊരു കളിക്കാരനായതിനു പിന്നിൽ തൻ്റെ അച്ഛൻ്റെയും സഹോദരൻ അജിത്തിൻ്റെയും ഒക്കെ സാന്നിധ്യം എപ്രകാരമായിരുന്നു എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു വെച്ചത്. ഈ ഭാഗത്തിൽ പാർട്ട് 2-ൽ നമ്മൾ ഇനി പറയാൻ പോകുന്നത്, പാർട്ട് 1 നമ്മൾ അവസാനിപ്പിച്ചത് സച്ചിനെ സ്കൂള് മാറ്റാൻ വേണ്ടിയിട്ട് തൻ്റെ കോച്ചായ അച്ചരേക്കർ സാറ് ശ്രമിക്കുകയാണ്. കാരണം നിലവിൽ പഠിക്കുന്ന ബാന്ദ്രയിലെ സ്കൂളിൽ നല്ല കോച്ചോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ക്രിക്കറ്റിന് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇനി പറയുന്ന ഭാഗത്തിലേക്ക് നമുക്ക് വരാം. വൺ ഈവനിങ്, ഒരു വൈകുന്നേരത്ത്, സർ കാൾഡ് മൈ ഫാദർ, അച്ചരേക്കർ സാർ എൻ്റെ അച്ഛനെ വിളിച്ചു. ആൻഡ് പുട്ട് ഫോർവേഡ് ഹിസ് സജഷൻ, അങ്ങനെ അദ്ദേഹം ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. അപ്പോൾ സച്ചിൻ്റെ അച്ഛൻ അല്ലേ, പേരിൽ തന്നെ ഒരു താളമുണ്ട്, സച്ചിൻ്റെ അച്ഛൻ അല്ലേ. അപ്പോൾ സച്ചിൻ്റെ അച്ഛനെ ഒരിക്കൽ ഈ അച്ചരേക്കർ സാറ് വിളിക്കുന്നു. പുട്ട് ഫോർവേഡ് ഹിസ് സജഷൻ, ഒരു ഫ്രേസൽ വെർബ് കാണാൻ സാധിക്കുന്നു. പുട്ട് ഫോർവേഡ് എന്ന ഫ്രേസൽ വെർബ്, ഒന്നാമത്തെ വരി നോക്കും നിങ്ങൾ, പുട്ട് ഫോർവേഡ് എന്ന ഫ്രേസൽ വെർബ് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ആ വൊക്കാബുലറി നിങ്ങൾ എഴുതിയെടുക്കണം. പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയം മുന്നോട്ട് വയ്ക്കുക എന്നാണ്. എന്താ പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ? ആശയം മുന്നോട്ട് വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ ആശയം മുന്നോട്ട് വെച്ചു. അജിത്ത് വാസ് ഇൻ ദ റൂം വിത്ത് മൈ ഫാദർ അറ്റ് ദി ടൈം, ആ സമയത്ത് മുറിക്കകത്ത് ആരും ഉണ്ടായിരുന്നു? അജിത്തും ഉണ്ടായിരുന്നു. ആരാണ് അജിത്ത്? സഹോദരൻ. ആരുടെ സഹോദരനാണ്? സച്ചിൻ്റെ സഹോദരനാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം ആ മുറിക്കകത്ത് അജിത്തും ഉണ്ടായിരുന്നു. അപ്പം നമുക്കൊരു കാര്യം ഉറപ്പാണ്, അജിത്ത് ഇല്ലാത്തൊരു കച്ചവടം അവിടെ ഇല്ല. ഇനി അടുത്തത് എന്തായിരുന്നു അവിടെ പറഞ്ഞത്? ആൻഡ് ദേ ബോത്ത് ആക്സെപ്റ്റഡ് ദാറ്റ് ഇറ്റ് വാസ് നെസസറി, അങ്ങനെ അവർ രണ്ടു പേരും അംഗീകരിക്കുകയാണ് അത് വളരെയധികം, ഇറ്റ് വാസ് നെസസറി. എന്താ നെസസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത്യാവശ്യം. അതായത് സച്ചിൻ്റെ സ്കൂൾ മാറ്റുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഇഫ് ക്രിക്കറ്റ് വാസ് ടു ബി മൈ പ്രിയോറിറ്റി, എൻ്റെ പ്രാധാന്യം, പ്രിയോറിറ്റി എന്ന് പറയുന്ന വേർഡ് ഏറ്റവും മേലെ നിങ്ങൾ നോക്കൂ, പ്രിയോറിറ്റി എന്ന വേർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാധാന്യം. സച്ചിൻ്റെ ലൈഫിൽ സച്ചിൻ ക്രിക്കറ്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കൂള് ചേഞ്ച് ചെയ്യണം. അങ്ങനെ മൈ ഫാദർ സാറ്റ് മീ ഡൗൺ, അങ്ങനെ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് ഇരിക്കുകയാണ്, സച്ചിൻ്റെ അച്ഛൻ സച്ചിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ആൻഡ് എക്സ്പ്ലെയിൻഡ് ദാറ്റ് വൈൽ ഹി ഡിഡൻറ്റ് ഹാവ് എനി ഒബ്ജെക്ഷൻസ്, അങ്ങനെ അച്ഛൻ സച്ചിനോട് എക്സ്പ്ലെയിൻ ചെയ്തു, വിവരിച്ചു കൊടുത്തു. എന്താണ് വിവരിച്ചു കൊടുത്തത്? വൈൽ ഹി ഡിഡൻറ്റ് ഹാവ് എനി ഒബ്ജെക്ഷൻസ് ടു മൈ ചേഞ്ചിങ് സ്കൂൾസ്, എൻ്റെ സ്കൂള് ചേഞ്ച് ചെയ്യുന്നതിൽ യാതൊരുവിധ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ആർക്കുണ്ടായിരുന്നില്ല? സച്ചിൻ്റെ അച്ഛന് ഉണ്ടായിരുന്നില്ല. അതായത് തൻ്റെ മകൻ്റെ സ്കൂൾ മാറ്റുന്നതിൽ വളരെ അതിൽ കൃത്യമായ ഒരു അഭിപ്രായം അച്ഛന് ഇല്ല. വേണമെങ്കിൽ മാറ്റാം, എല്ലാം ആരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്? സച്ചിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. I should do so only if I was really serious about playing cricket. അത് ഞാൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, സ്കൂൾ മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ, ഓൺലി ഇഫ് ഐ വാസ് റിയലി സീരിയസ് അബൌട്ട് പ്ലേയിങ് ക്രിക്കറ്റ്, ക്രിക്കറ്റിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ? സ്കൂള് മാറുന്നുള്ളൂ. ഐ അഷ്വർഡ് ഹിം ഐ വാസ്,
ഞാൻ എൻ്റെ അച്ഛന് ഉറപ്പ് കൊടുത്തു. എന്താ അഷ്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പ് കൊടുത്തു. മേലത്തെ ലൈനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് അഷ്വേർഡ്, ഏറ്റവും ടോപ്പ് ലൈനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് അഷ്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പ് കൊടുത്തു. ഐ അഷ്വേർഡ് ഹിം ഐ വാസ്, ഞാൻ ഉറപ്പ് കൊടുത്തു, അതെ ഞാൻ വളരെ സീരിയസ്. സച്ചിൻ എൻ്റെ അച്ഛനോട് പറയുകയാണ്, അച്ഛൻ ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ക്രിക്കറ്റിനെ നോക്കി കാണുന്നത്, അതുകൊണ്ട് സ്കൂൾ ചേഞ്ച് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. സോ ഇറ്റ് വാസ് എഗ്രീഡ്, അങ്ങനെ അത് അംഗീകരിച്ചു. ദാറ്റ് ഐ ഷുഡ് മൂവ് ടു ശാരദാശ്രം വിദ്യാമന്ദിർ, അങ്ങനെ ഞാൻ എവിടേക്ക് പോവുകയാണ്? ശാരദാശ്രം വിദ്യാമന്ദിറിലേക്ക് പോവുകയാണ്. വെയർ, അവിടെയാണ് അച്രേക്കർ സാർ വാസ് ദ ക്രിക്കറ്റ് കോച്ച്, അവിടെയാണ് നമ്മളുടെ ക്രിക്കറ്റ് കോച്ചായ അച്രേക്കർ സാറ് വർക്ക് ചെയ്യുന്നത്. ആൾ മൈ എക്സസ് എനർജീസ് വെയർ ഗെറ്റിംഗ് ചാനൽഡ് ഇൻ ടു ക്രിക്കറ്റ്. എൻ്റെ ഓൾ മൈ എക്സസ് എന്താണ്? ഏറ്റവും ടോപ്പ് ലൈനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് എക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ എന്നാണ് അർത്ഥം. എൻ്റെ അമിതമായ എല്ലാ ഊർജവും വെയർ ഗെറ്റിംഗ് ചാനൽഡ് ഇൻ ടു ക്രിക്കറ്റ്, ക്രിക്കറ്റിലേക്ക് ഒഴുകിപ്പോയി എന്നാണ് പറയുന്നത്. സച്ചിൻ്റെ ലൈഫിൽ ക്രിക്കറ്റ് അല്ലാതെ ഒരു ലോകമില്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ താല്പര്യവും ക്രിക്കറ്റിലേക്ക് ഒഴുകിപ്പോയി എന്ന് പറയുന്നു. വിച്ച് ആക്റ്റഡ് ആസ് എ കൈൻഡ് ഓഫ് സേഫ്റ്റി വാൽവ്, ഒരു സുരക്ഷാ വാൽവ് പോലെ അത് പ്രവർത്തിച്ചു എന്ന് പറയുന്നു. മൈ ഫാദർ ആൾവേസ് സെഡ് ദാറ്റ്, എൻ്റെ ഫാദർ സച്ചിൻ്റെ അച്ഛൻ എപ്പോഴും സച്ചിനോട് പറയുമായിരുന്നു, ആൾ ഹി വാണ്ടഡ് ടു മീ ടു ഡു വാസ് ഗിവ് ഇറ്റ് മൈ ബെസ്റ്റ് എഫേർട്ട് വിത്തൗട്ട് വറിയിങ് എബൌട്ട് ദ റിസൾട്ട്. എന്താണ് സച്ചിനോട് പറഞ്ഞത്? നിനക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ടു ഡു വാസ് ഗിവ് ഇറ്റ് മൈ ബെസ്റ്റ് എഫേർട്ട്, അതിന് നീ എന്ത് ചെയ്യണം? നന്നായിട്ട് എഫേർട്ട് എടുക്കണം. കഠിനമായി സച്ചിൻ്റെ അച്ഛൻ കൊടുക്കുന്ന ഉപദേശമാണ്, നീ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം ചെയ്യുമ്പോൾ നീ വളരെയധികം എഫേർട്ട്, പരിശ്രമം എടുക്കണം എന്നാണ് പറയുന്നത്. നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യണം, വിത്തൗട്ട് വറിയിങ് എബൌട്ട് ദ റിസൾട്ട്. പക്ഷെ നീ ഒരിക്കലും ആ പരിശീലന സമയത്തുണ്ടാവുന്ന റിസൾട്ടിനെ കുറിച്ച് വിഷമിക്കരുത് എന്ന് പറയുകയാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും, അല്ലെങ്കിൽ നിങ്ങൾ അത് ഉൾക്കൊണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സച്ചിൻ്റെ അച്ഛന് കൊടുത്ത ഉപദേശം, നമ്മൾ ഏതൊരു കാര്യം ഫസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടേക്കാം. അപ്പോൾ ആ പരാജയം എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ വിഷമിക്കരുത് എന്നാണ് പറയുന്നത്. വിഷമിക്കാതെ വീണ്ടും നമ്മൾ കഠിനമായിട്ട് പരിശ്രമിക്കുക, അങ്ങനെ നമുക്ക് നല്ല റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരുപാട് ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്ത ആളുകളായിരിക്കും, നിങ്ങൾ ഗെയിം കളിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഒന്നാമത്തെ തവണ കളിക്കുമ്പോഴും 10ാമത്തെ തവണ കളിക്കുമ്പോഴും ഒരു 20ാമത്തെ തവണ കളിക്കുമ്പോഴും നമ്മളുടെ സ്കോറിൽ വ്യത്യാസമുണ്ട്. ഒരു ഗെയിം നമ്മൾ ഫസ്റ്റ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സ്കോറായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ നമ്മൾ ഒരു 100ാമത്തെ കളി കളിക്കുമ്പോഴേക്കും നമ്മളത് ഏറ്റവും നല്ല രീതിയിൽ കളിച്ചിരിക്കും. അപ്പം അതിൻ്റെ കാരണം മനസ്സിലായല്ലോ. തുടക്കത്തിലേ നമുക്ക് സങ്കടം, ആദ്യത്തെ ഗെയിം കളിക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വന്ന് നമ്മൾ നിരാശപ്പെട്ടിരുന്ന് ഗെയിം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഗെയിമിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇൻ മൈ ഫസ്റ്റ് ഇയർ അറ്റ് ശാരദാശ്രം, അങ്ങനെ സച്ചിൻ്റെ സ്കൂൾ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ എവിടേക്കാക്കി? ശാരദാശ്രമിലാക്കി. അവിടെയാണ് അച്രേക്കർ സാർ ഉള്ളത്. ഐ പ്ലേഡ് 55 പ്രാക്ടീസ് മാച്ചസ് ഡ്യൂറിങ് ദ സമ്മർ ബ്രേക്ക് ഓഫ് 60 ഡേയ്സ്. സമ്മർ ബ്രേക്ക് എന്ന് പറയുന്നത് 60 ദിവസമാണല്ലോ, 60 ഡേയ്സ് എന്നാണ് പറഞ്ഞത്. ആ 60 ദിവസത്തിൻ്റെ ഇടയിൽ സച്ചിൻ കളിച്ചത് എത്ര കളികളാണ്? 55 പ്രാക്ടീസ് മാച്ചസ്, 55 55 മാച്ചസ് ഈ 60 ദിവസം കൊണ്ട് സച്ചിൻ പ്രാക്ടീസ് ചെയ്തു. സമ്മർ ബ്രേക്കിൽ, വേനൽക്കാലത്തായിരുന്നു, സ്കൂളൊക്കെ പൂട്ടിയ സമയമാണല്ലോ. അപ്പോൾ ക്രിക്കറ്റ് എന്ത് വേണമെങ്കിലും ആവാം. മൈ സമ്മർ സെഷൻ യൂസ്ഡ് ടു സ്റ്റാർട്ട് അറ്റ് 7:30 AM. എൻ്റെ സമ്മർ സെഷനിലെ ക്ലാസ്സുകൾ ആരംഭിച്ചിരുന്ന സമയം 7:30 AM ആണ്, ആൻറ്റി മെരീഡിയം, പകലാണ്. ആൻഡ് എൻഡ് അറ്റ് 4:30 PM. അത് അവസാനിച്ചിരുന്നത് 4:30 എന്ന് മനസ്സിലാക്കുക. 4:30 അവസാനിച്ചത്. അപ്പോൾ ഫുൾ ടൈം ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞൊരു 7:30, അന്ന് സ്കൂൾ ഉണ്ടായിരുന്നു.
ഇവിടെ നോക്കാം, ഇവിടെ 7:30 മുതൽ 4:30 വരെ മോർണിംഗ് സെഷൻ്റെ അല്ലെങ്കിൽ ഡേ സെഷനാണ് ഉള്ളത്. മൈ ഈവനിങ് സെഷൻ വുഡ് സ്റ്റാർട്ട് അറ്റ് 5 PM. അപ്പം 7:30 മുതൽ 4:30 വരെ ഉണ്ട്. പിന്നെ 4:30 മുതൽ 5 മണി വരെ ഒരു ചെറിയ ബ്രേക്ക് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ മൈ ഈവനിങ് സെഷൻ വുഡ് സ്റ്റാർട്ട് അറ്റ് 5 PM. അങ്ങനെ വൈകുന്നേരത്തെ സെഷൻ ആരംഭിക്കുന്നത് എപ്പോഴാണ്? 5 മണിക്കാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ആകെ കിട്ടി 7:30ക്ക് സച്ചിനാണ് കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ 4:30 വരെയും ബിസിയാണ്, തിരക്കാണ്. പിന്നെ ആകെ കിട്ടുന്നത് 4:30 to 5 എന്നുള്ള ആ അരമണിക്കൂർ സമയമാണ്. ഇതെന്തിനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളുടെ കൂടെയുള്ള കൂട്ടുകാർക്ക് പഠിക്കാനുള്ള സമയം കണ്ടെത്തുന്നില്ല. അവർ കഠിനാധ്വാനം ചെയ്യുന്നില്ല. അപ്പോൾ സമയമില്ല എന്നൊക്കെ പറയും. സമയം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. മൈ ഈവനിങ് സെഷൻ വുഡ് സ്റ്റാർട്ട് അറ്റ് 5 PM എന്നാണ് പറയുന്നത്. എൻ്റെ വൈകുന്നേരത്തെ സെഷൻ ആരംഭിക്കുന്നത് 5 മണിക്കാണ്. ആഫ്റ്റർ ഓൺലി 30 minutes ബ്രേക്ക്. എപ്പോഴാണ്? 4:30ക്ക് ശേഷം 5 മണിയാവുന്ന അരമണിക്കൂറിന് ശേഷം 4:30 പകലത്തെ സെഷൻ 4:30ക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവനിങ് സെഷൻ തുടങ്ങുന്നത് 4:30ക്കാണ്. അപ്പോൾ അരമണിക്കൂർ ബ്രേക്ക്, 5 മണിക്ക് ഈവനിങ് സെഷൻ തുടങ്ങും. ഡ്യൂറിങ് ദ ബ്രേക്ക്, ഇടവേളയുടെ സമയത്ത്, സർ വുഡ് ഓഫൺ ഗിവ് മീ സം മണി ടു ഗോ ആൻഡ് ഹാവ് വടപ്പാവ്. ആ സമയത്ത് 4:30ക്ക് ബ്രേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ സാർ എനിക്ക് നൽകാറുണ്ടായിരുന്നു. വുഡ് ഓഫൺ ഗിവ്, പതിവായിട്ട് നൽകാറുണ്ടായിരുന്നു. സം മണി, കുറച്ച് പണം. ടു ഗോ ആൻഡ് ഹാവ്, പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് ഹാവ്, കഴിക്കാൻ വേണ്ടി. എന്താ ടു ഹാവ് എന്ന് പറഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ട്. വടപ്പാവ്, വടപ്പാവ് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പണം തരാറുണ്ടായിരുന്നു. വടപ്പാവ് എന്താണെന്നുള്ളതായിരിക്കും അടുത്ത സംശയം നിങ്ങളുടെ മൈൻഡിൽ. അത് കൊടുത്തിട്ടുണ്ട് അവിടെ. എ പോപ്പുലർ മുംബൈ ഫാസ്റ്റ് ഫുഡ്. മുംബൈയിലെ ഒരു പോപ്പുലറായിട്ടുള്ള, പ്രശസ്തമായിട്ടുള്ള ഒരു ഫാസ്റ്റ് ഫുഡാണ് ഈ വടപ്പാവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള പൈസ അച്ചരേക്കർ സാറ് കൊടുക്കുമായിരുന്നു. കാരണം അച്ചരേക്കർ സാറിന് അത്രയും ആരെ ഇഷ്ടമാണ്? സച്ചിനെ ഇഷ്ടമാണ്. ബിറ്റ്വീൻ 5 PM ആൻഡ് 7 PM, 5 മണിയുടെയും 7 മണിയുടെയും ഇടയിൽ എന്നാണ് പറയുന്നത്. PM ആണ്, നിങ്ങൾ ആലോചിക്കണം, വൈകുന്നേരം ആണ്. 7 മണി എന്ന് പറയുമ്പോൾ രാത്രിയായി. അതിൻ്റെ രാവിലെ 7 മണിക്ക് 7:30ക്ക് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി 7 മണി വരെ ഉണ്ട്. ഏകദേശം 11.5 മണിക്കൂർ സച്ചിൻ ക്രിക്കറ്റ് തന്നെയാണ്. ഇവിടെ 2 മണിക്കൂർ പഠിക്കാൻ പറഞ്ഞാൽ ഇവിടെ പലരും പഠിക്കാൻ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കാറുണ്ട്. അവർക്കുള്ള പാടാണ് സച്ചിൻ്റേത്. ഐ വുഡ് ഹാവ് മോർ നെറ്റ് സെഷൻസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 5 മണിയുടെ 7 മണിയുടെയും ഇടയിൽ വീണ്ടും സച്ചിൻ എന്താണ്? നെറ്റ് സെഷനാണ്. മുമ്പ് സൂചിപ്പിച്ച് നെറ്റ് പ്രാക്ടീസാണ്. ടുവാർഡ്സ് ദ ലാസ്റ്റ് 15 minutes, അവസാനത്തെ 15 മിനിറ്റ്, സാർ വുഡ് പ്ലേസ് എ 1 rupee കോയിൻ ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്റ്റെംസ്. അച്ചരേക്കർ സാറ് സ്റ്റെമ്പുകളുടെ ഏറ്റവും ടോപ്പിൽ ആയിട്ട് എന്ത് വെക്കാറുണ്ടായിരുന്നു? ഒരു 1 rupee കോയിന്, 1 രൂപയുടെ കോയിന് വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, 3 സ്റ്റെമ്പ്, ആ സ്റ്റെമ്പിൻ്റെ മുകളിൽ 1 രൂപ അച്ചരേക്കർ സാറ് വയ്ക്കുകയാണ്. ഇഫ് ഐ മാനേജ്ഡ് ടു അവോയ്ഡ് ഗെറ്റിംഗ് ഔട്ട്, സച്ചിൻ മാനേജ് ചെയ്യുകയാണെങ്കിൽ, കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, എങ്ങനെ കൈകാര്യം ചെയ്യണം? ടു അവോയ്ഡ് ഗെറ്റിംഗ് ഔട്ട്, ഔട്ടാവുന്നത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അവോയ്ഡ് ഗെറ്റിംഗ് ഔട്ട്, സച്ചിൻ ഔട്ടാവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ കോയിൻ വാസ് മൈൻ, ആ കോയിൻ എനിക്കുള്ളതാണ്, അല്ലെങ്കിൽ ആ കോയിന് സച്ചിനുള്ളതാണ്. അപ്പോൾ അത് സച്ചിൻ്റെ അന്നത്തെ കാലത്ത് 1 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മൂല്യമുണ്ട്. സച്ചിൻ്റെ കാലത്ത് നിങ്ങളുടെ രക്ഷിതാക്കളോട് ചോദിച്ചു നോക്കുക, ആ കാലഘട്ടത്തിൽ 1 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മൂല്യം ഉണ്ട് അതിന്. ഇന്നത്തെ 1 രൂപയുടെ വിലയല്ല അതിന് ഉള്ളത്. അപ്പോൾ നിങ്ങളത് രക്ഷിതാക്കളോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇൻ ദിസ് സെഷൻ, അല്ലെ, ഈ ഒരു സെഷനിൽ എവറി ബൗളർ, അതായത് ലാസ്റ്റ് 15 മിനിറ്റ് ഉണ്ടല്ലോ, ആ ഒരു 15 മിനിറ്റിൽ നെറ്റ് പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞു സച്ചിന്. എവറി ബോളർ ഇൻ ദ ക്യാമ്പ് വുഡ് കം, ക്യാമ്പിലെ എല്ലാ ബോളർമാരും അവിടേക്ക് വരുന്നു. ആൻഡ് ബോൾ ടു മീ, അങ്ങനെ എനിക്ക് ബോൾ ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. വിത്ത് സം 60
ടു 70 ബോയ്സ് ഫീൽഡിങ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏകദേശം 60 മുതൽ 70 വരെ കുട്ടികൾ ഈ ഗ്രൗണ്ടിൽ ഫീൽഡ് ചെയ്യണം. അപ്പോൾ സച്ചിൻ ഗ്രൗണ്ടിൽ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 60 മുതൽ 70 വരെ കുട്ടികൾ ഫീൽഡ് ചെയ്യുകയാണ്. നമുക്കറിയാം സാധാരണ ഒരു ക്രിക്കറ്റ് കളിയിൽ 11 ആളുകളാണ് ഒരു സമയം 11 ആളുകളാണ് എതിർ ടീമിലുണ്ടാവുക. 2 ആൾ ബാറ്റിങ്ങിലും ഉണ്ടാവും, പിന്നെ 2 അമ്പയർമാരും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കും, ഇവിടെ ഫീൽഡിങ്ങിൽ മാത്രം എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എവിടേക്ക് അടിച്ചാലും പിടിക്കാൻ തടുക്കാനും ആൾക്കാരുണ്ട്. സച്ചിൻ്റെ പ്രയാസമേറിയ പരിശീലന ഘട്ടമാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് മെൻറ്റ് ഐ ഹാഡ് ടു ഹിറ്റ് എവ്രി ബോൾ എലോങ് ദ ഗ്രൗണ്ട്. ഇത്രയും ആളുകൾ അവിടെ ഉള്ളത് കൊണ്ട്, 60 to 70 ആളുകൾ അവിടെ ഉള്ളത് കൊണ്ട്, ഇറ്റ് മെൻറ്റ്, അത് എന്തുദ്ദേശിച്ചുകൊണ്ടാണ്, മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക, എന്തുദ്ദേശിച്ചുകൊണ്ടായിരുന്നു? ഐ ഹാഡ് ടു ഹിറ്റ്, എനിക്ക് അടിക്കേണ്ടി വന്നു. ഐ ഹാഡ് ടു ഹിറ്റ്, ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അടിക്കുക. ഐ ഹാഡ് ടു ഹിറ്റ് എവറി ബോൾ എലോങ് ദ ഗ്രൗണ്ട്. എന്തിലൂടെ? നിലത്ത് കൂടെ തന്നെ, ബൗണ്ടറി അല്ലേ, നമുക്ക് മണ്ണിലൂടെ അടിക്കേണ്ടി വരികയാണ്. ടു സർവൈവ് ദോസ് ഇൻറ്റൻസ് 15 മിനിറ്റ്സ്. ആ തീവ്രമായ, എന്താണ് ഇൻറ്റൻസ് എന്ന് പറഞ്ഞാൽ? ഏറ്റവും ടോപ്പിൽ നോക്കും, എല്ലാ ബോളുകളും മേലെ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ക്യാച്ച് ആവില്ലേ, ഔട്ടാവില്ലേ? അപ്പോൾ അങ്ങനെ ഔട്ടാവാതിരിക്കാൻ വേണ്ടി നിലത്ത് കൂടെ എല്ലാ ബോളും സച്ചിൻ അടിച്ച് വിടേണ്ടി വരികയാണ്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? എങ്ങനെയുള്ള സമയമായിരുന്നു? ടു സർവൈവ്, അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ അതിജീവിക്കാനാണ്? ഔട്ടാവാതെ നിൽക്കണം. ദോസ് ഇൻറ്റൻസ് 15 മിനിറ്റ്സ്, ആ തീവ്രമായ, എന്താ ഇൻറ്റൻസ് എന്ന് പറഞ്ഞാൽ? തീവ്രമായ 15 മിനിറ്റ് ഔട്ടാവാതെ നിൽക്കണം. വിന്നിങ് 1 rupee കോയിൻ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 1 രൂപയുടെ കോയിൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, യൂസ്ഡ് ടു ഗിവ് മീ ഇമ്മൻസ് സാറ്റിസ്ഫാക്ഷൻസ്. ആ 1 രൂപ അന്ന് എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, സച്ചിൻ്റെ ദാരിദ്ര്യം പറയുന്നു, കണ്ടോളൂ, ആ ഒരു രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് നൽകിയിരുന്നത് എന്താണ്? ഇമ്മൻസ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നിങ്ങൾ ഓർക്കൂ, ഈ ഫസ്റ്റത്തെ വരിയിൽ നോക്കൂ, ഇമ്മൻസ് എന്ന് പറഞ്ഞാൽ ധാരാളം, ഒരുപാട് എന്നാണ്. സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി. വീണ്ടും പറയുന്നു, ഇമ്മൻസ് ധാരാളം, ഒരുപാട് എന്നുള്ള അർത്ഥത്തിൽ. സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി. ആ 1 രൂപ കിട്ടുമ്പോൾ വലിയ ഒരു അളവിൽ സംതൃപ്തി എനിക്ക് ഉണ്ടായിരുന്നു, സച്ചിന് ഉണ്ടായിരുന്നു. ആൻഡ് ടോട്ട് മീ ഹൗ ടു കോൺസെൻട്രേറ്റ്, അത് എന്നെ പഠിപ്പിച്ചു എങ്ങനെയാണ് കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഈവൻ വെൻ ഫിസിക്കലി ഡ്രെയിനഡ്, ഞാൻ ശാരീരികമായിട്ട് തളർന്നു കഴിഞ്ഞാലും, ഒരുപാട് രാവിലെ 7:30 തുടങ്ങുന്ന കളിയല്ലേ, അത് വൈകിട്ട് 7 മണി വരെ, 7:30 വരെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ശാരീരികമായിട്ട് ഞാൻ തളർന്നു കഴിഞ്ഞാലും കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യിക്കാൻ ആ 1 രൂപ എന്നെ സഹായിക്കും എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് സഹായിക്കുക? ആ 1 രൂപ കിട്ടിയിട്ട് വേണം സച്ചിന്, ചിലവുകൾ ഒരുപാടുണ്ട്, മിഠായിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരിക്കും തൻ്റേതായ. അപ്പോൾ ആ 1 രൂപയ്ക്ക് വേണ്ടിയിട്ട്, അത് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു. അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ആൾ, എന്താണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും അവസാനം, സർ വുഡ് ടെൽ മീ ടു റൺ ടു ഫുൾ സർക്യൂട്ട്സ് ഓഫ് ശിവാജി പാർക്ക്. അച്ചരേക്കർ സാറ് പിന്നീട് ഈ 15 മിനിറ്റ് ബോളിംഗ് സെഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് സെഷൻ സച്ചിനോട് പറയുന്നത് എന്തായിരുന്നു പറഞ്ഞത്? ടു റൺ, ഓടാൻ, ടു ഫുൾ സർക്യൂട്ട് ഓഫ് ശിവാജി പാർക്ക്. ശിവാജി പാർക്ക് 2 തവണ ചുറ്റി ഓടാനായിട്ട് സച്ചിനോട് പറഞ്ഞു. നമ്മളുടെ സ്പീഡ് എന്ന് പറയുന്ന സിനിമയിൽ ദിലീപിനോട് അങ്ങനെ ഓടാൻ പറയുന്ന ഒരു രംഗം ഉണ്ട്. വിത്ത് മൈ പാഡ്സ് ആൻഡ് ഗ്ലൗസ് ഓൺ, എന്ത് ധരിച്ചിട്ടാണ് ഓടാൻ പറഞ്ഞത്? പാഡും അല്ലേ, പാഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടാറുണ്ട്. ഗ്ലൗസ്, കയ്യുറയും പാഡും ഇട്ട് സച്ചിനോട് ഓടാനായിട്ട് പറഞ്ഞു. അതെന്തിനാണ്? ഒറിജിനൽ കളിയിൽ, അന്താരാഷ്ട്ര കളിയിൽ അത് പാഡൊക്കെ വെച്ചിട്ടാണ് ഓടേണ്ടി വരിക. ദാറ്റ് വാസ് ലാസ്റ്റ് പാർട്ട് ഓഫ് ട്രെയിനിങ്. ആ ദിവസത്തെ അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ ഓട്ടമാണ്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ഓട്ടമുണ്ട്. ആ ഓട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ സച്ചിന് വീട്ടിലേക്ക് പോവാം. ഐ വുഡ് ബി കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്. അന്നേരം ഞാൻ പൂർണ്ണമായിട്ടും ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ബൈ ദ എൻഡ് ഓഫ് ഇറ്റ് ഓൾ, ഈ പരിശീലനങ്ങളും കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം സച്ചിന് പൂർണ്ണമായിട്ടും ക്ഷീണിച്ച അവശനായിട്ടുണ്ടാവും. ഇറ്റ് വാസ് എ റുട്ടീൻ, അതൊരു
പതിവ് ശീലമായിരുന്നു. ഇറ്റ് വാസ് എ റുട്ടീൻ എന്ന് പറഞ്ഞാൽ അതൊരു പതിവ് ശീലമായിരുന്നു. ഐ വുഡ് റിപ്പീറ്റ് റൈറ്റ് ത്രൂ മൈ സമ്മർ ഹോളിഡേയ്സ്. അത് ഞാൻ ചെയ്യാറുണ്ടായി. ഈ വുഡ് പ്ലസ് V1 വന്നു കഴിഞ്ഞാൽ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക. അപ്പോൾ ഐ വുഡ് റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആവർത്തിക്കാറുണ്ടായിരുന്നു. റൈറ്റ് ത്രൂ മൈ സമ്മർ ഹോളിഡേയ്സ്. അതൊക്കെ വളരെ ശരിയായ രീതിയിൽ തന്നെ, ശരിയായ രീതിയിൽ ഞാനത് സമ്മറിൽ പ്രാക്ടീസ് ചെയ്തു. ഇറ്റ് ഹെൽപ്ഡ് മീ ടു ബിൽഡ് അപ്പ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റാമിന. അത് എന്നെ സഹായിച്ചു എന്ത് സൃഷ്ടിക്കാൻ? ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റാമിന. ശാരീരികമായിട്ടും മാനസികവുമായിട്ടും സ്റ്റാമിന. എന്താണ് സ്റ്റാമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കരുത്ത് വളർത്താൻ അത് എന്നെ ഒരുപാട് സഹായിച്ചു. ഒക്കേഷണലി, എന്താ ഒക്കേഷണലി എന്ന് പറഞ്ഞാൽ? ചില സമയങ്ങളിൽ മൈ ഫാദർ കെയിം ടു ടേക്ക് മീ ഹോം. ഫാദർ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു. ആൻഡ് ഐ വുഡ് ആൾവേസ് ആസ്ക് ഹിം. അന്നേരം ഞാൻ എൻ്റെ അച്ഛനോട് ചോദിക്കുമായിരുന്നു, ടു ട്രീറ്റ് മീ. എനിക്ക് എന്തെങ്കിലും എന്നെ സൽക്കരിക്കണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരണം എന്ന് അച്ഛനോട് ഞാൻ പറയുമായിരുന്നു. ടു എ സ്പെഷ്യൽ ഫ്രൂട്ട് കോക്ടെയിൽ അറ്റ് എ ജ്യൂസ് സെൻറ്റർ നിയർ ദ ക്ലബ്ബ്. സച്ചിൻ പരിശീലനം നേടുന്ന ക്ലബിനടുത്തുള്ള ഒരു ഫ്രൂട്ട്സ് ഷോപ്പിൽ നിന്ന്, ഫ്രൂട്ട് കോക്ടെയിൽ ഷോപ്പിൽ, ജ്യൂസ് സെൻറ്ററിൽ നിന്ന് ഒരു കോക്ടെയിൽ, ഒരു ഭക്ഷണമാണ്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ സച്ചിന് ഓർഡർ ചെയ്യാറുണ്ടായിരുന്നു. വിത്ത് ദിസ് റെഗുലർ ഡിമാൻഡ്. സച്ചിൻ ഇത് എങ്ങനെയാണ് ആവശ്യപ്പെട്ടിരുന്നത്? റെഗുലർ, സ്ഥിരമായിട്ട് ആവശ്യപ്പെട്ടു. വാസ് എ ലിറ്റിൽ അൺറീസണബിൾ. അത് ഒരു കാര്യവുമില്ലാതെ ഇതിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ബിക്കോസ് അറ്റ് ദ ടൈം, ആ ഒരു സമയത്ത്, ഐ ഡിഡിൻറ്റ് റിയലൈസ് ദാറ്റ് മൈ പാരൻസ് ആൾസോ ഹാഡ്. ഐ ഡിഡിൻറ്റ് റിയലൈസ്, ഞാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല. മൈ പാരൻസ് ആൾസോ ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് എന്നാണ് പറയുന്നത്. ടു ടേക്ക് കെയർ ഓഫ് ദ നീഡ്സ് ഓഫ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എൻ്റെ അച്ഛന് എൻ്റെ സഹോദരന്മാരുടെയും സഹോദരിയുടെയും കാര്യങ്ങൾ നോക്കണം എന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സച്ചിൻ എപ്പോഴും സച്ചിൻ്റെ കാര്യം സച്ചിനെ കുറ്റം പറയല്ല കേട്ടോ. സച്ചിൻ ചെറുതിലേ ആയിരുന്ന സമയത്ത് എപ്പോഴും ഫാദർ തന്നെ ചില സമയത്ത് കൊണ്ടുപോകാൻ വരുമ്പോൾ, അച്ഛാ എനിക്കത് വേണം, അച്ഛാ എനിക്കിത് കുടിക്കണം എന്നൊക്കെ പറയുമ്പോൾ സച്ചിൻ ഇങ്ങനെ ഓരോ ഡിമാൻഡുകൾ ആവശ്യപ്പെടുമ്പോൾ സച്ചിൻ അന്നത്തെ കാലത്ത് ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല ഇതേപോലെ വേറെയും 2-3 മക്കൾ തൻ്റെ വീട്ടിലുണ്ട് എന്നുള്ളത് സച്ചിൻ പലപ്പോഴും മറന്നുപോയി എന്നാണ്. കുറ്റം പറയുകയല്ല, അന്നത്തെ സാഹചര്യത്തിൽ സച്ചിൻ അങ്ങനെ ചിന്തിക്കാനുള്ള ബുദ്ധിയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കളോട് ഒരിക്കലും അത്തരത്തിലുള്ള രീതിയിൽ വാശി പിടിക്കരുത്. അവരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ട് എന്നുള്ളതും അവരെങ്ങനെയാണ് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് എന്നുള്ളതും അവരുടെ സാമ്പത്തിക രീതിക്ക് അനുസരിച്ചുള്ളൊരു ജീവിതമാണ് നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത്. അല്ലാണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുകയല്ല വേണ്ടത്. അത് മനസ്സിലാക്കണം കേട്ടോ. മൈ ഫാദർ വുഡ് ഇൻവേരിയബിളി end up giving me what I wanted. My father would invariably end up. എങ്കിലും എൻ്റെ അച്ഛൻ ഒരു വ്യത്യാസവുമില്ലാതെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ എനിക്ക് വാങ്ങിത്തരുമായിരുന്നു. ഫാദർ വുഡ് ഇൻവേരിയബിളി എൻഡ് അപ്പ് ഗിവിങ് മീ വാട്ട് ഐ വാണ്ടഡ്. ഇങ്ങനെ ഞാൻ ആവശ്യപ്പെടുന്ന എല്ലാ സാധനങ്ങളും ഇങ്ങനെ വാങ്ങിത്തരുമായിരുന്നു. ജസ്റ്റ് ടു സീ മീ ഹാപ്പി. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എൻ്റെ സന്തോഷം കാണാൻ വേണ്ടിയായിരുന്നു. അതെല്ലാ രക്ഷിതാക്കളും അങ്ങനെയാണ്. അവരുടെ മക്കൾ ഹാപ്പി ആയിരിക്കാൻ അവർ എപ്പോഴും ആഗ്രഹിക്കും. ഓൺ അതർ ഡേയ്സ്, ഇനി മറ്റുള്ള ദിവസങ്ങളിൽ, ഐ മെയ്ഡ് മൈ വേ ഹോം ഫ്രം ശിവാജി പാർക്ക് ഓൺ മൈ ഓൺ. ഞാൻ ശിവാജി പാർക്കിൽ നിന്നും വീട്ടിലേക്ക് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് എന്നാണ് പറയുന്നത്. ശിവാജി പാർക്കിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഐ വുഡ് ഓഫൺ ഫോൾ സ്ലീപ്പ് ഓൺ ദ ബസ്. ഞാൻ പലപ്പോഴും ബസ്സിൽ കിടന്ന് ഉറങ്ങാറുണ്ടായിരുന്നു. ഇഫ് ഐ മാനേജ്ഡ് ടു സിറ്റ് ഡൗൺ, എനിക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഉറങ്ങും എന്നാണ് സച്ചിൻ പറയുന്നത്. എനിവൺ ഹു ഹാസ് ബീൻ ഓൺ എ മുംബൈ ബസ് അറ്റ് പീക്സ് അവേഴ്സ്. മുംബൈയിൽ
ഏതൊരാൾക്കും മുംബൈയിലുള്ള ഒരാൾക്ക് അറിയാൻ പറ്റും പീക്ക് അവേഴ്സ്. എന്താ പീക്ക് അവേഴ്സ് എന്ന് പറഞ്ഞാൽ തിരക്ക് കൂടിയ സമയം. അത് പഠിച്ച് ഓർത്ത് വെക്കണം കേട്ടോ. മുംബൈയിൽ ഈ തിരക്ക് കൂടിയ സമയം ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിൽ പീക്ക് അവർ എന്ന് പറയുന്നത് എപ്പോഴാണ്? രാവിലെ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ സ്കൂളിലൊക്കെ വരുന്ന സമയത്ത് ബസ്സിൽ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുന്നത് ഒരു 4 മണി 4:30 അല്ലെങ്കിൽ സ്കൂൾ വിടുന്ന സമയത്തല്ല. അത് പീക്ക് അവറാണ്. അതാണ് പീക്ക് അവർ, തിരക്ക് കൂടുന്ന സമയം. ടൗണിലൊക്കെ ഒരു 4 മണി 5 മണിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൗണുകളിലൊക്കെ നല്ല തിരക്കായിരിക്കും. അതാണ് പീക്ക് അവർ എന്ന് പറയുന്നത്, തിരക്ക് കൂടുന്ന സമയം. അപ്പോൾ മുംബൈയിലെ ഇത്തരത്തിലുള്ള പീക്ക് അവറിൽ തിരക്ക് കൂടിയ സമയത്ത് ഏതൊരാൾക്കും അറിയാം ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് ടു ഗെറ്റ് എ സീറ്റ്. മുംബൈയിലെ ഈ തിരക്ക് പിടിച്ച ഈ സ്ഥലത്ത് ബസ്സിലൊരു സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണെന്ന് ഏതൊരാൾക്കും അറിയാം. ഓൺ ഡേയ്സ്, ചില ദിവസങ്ങളിൽ, വെൻ ഐ വാസ് ഇൻ ടു സോ ലക്കി, പലപ്പോഴും ഞാൻ ഭാഗ്യവാനായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് സ്റ്റിൽ എ ചലഞ്ച്, വളരെയധികം ഒരു വെല്ലുവിളിയായിരുന്നു. ചലഞ്ച് എന്ന് പറഞ്ഞാൽ വെല്ലുവിളി, സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും, ചലഞ്ച് വെല്ലുവിളിയായിരുന്നു. ടു സ്റ്റാൻഡ് വിത്ത് കിറ്റ് ബാഗ്, എന്തുമായിട്ട് നിൽക്കുക? സച്ചിൻ്റെ കയ്യിൽ കിറ്റ് ബാഗ് ഉണ്ട്. എന്താ കിറ്റ് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റ്, ഹെൽമെറ്റ്, ഇങ്ങനെയുള്ള ഒരു സ്പോർട്സിൽ ക്രിക്കറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും പിടിച്ചിട്ടാണ്, ഒരു കിറ്റിലാക്കിയിട്ടാണ് സച്ചിൻ നിൽക്കുന്നത്. അത്രയും വലിയ സാധനങ്ങൾ പിടിച്ച് ബസ്സിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്, അല്ലെങ്കിൽ വെല്ലുവിളി നിറഞ്ഞതാണ്. ബിക്കോസ് ദ ബസ് കണ്ടക്ടേഴ്സ് വുഡ് ഇൻഎവിറ്റബിളി കംപ്ലെയിൻ, പ്രയാസമാവാൻ കാരണം ബിക്കോസ് ദ ബസ് കണ്ടക്ടേഴ്സ്, താൻ യാത്ര ചെയ്യുന്ന ബസ്സുകളിലെ കണ്ടക്ടർമാർ വുഡ് ഇൻഎവിറ്റബിളി, ഒഴിച്ചുകൂടാനാവാത്ത പരാതിയാണ്. ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒഴിച്ചുവിടാൻ പറ്റുന്ന, ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തത് എന്നാണ് അർത്ഥം. ഒഴിച്ചുകൂടാൻ പറ്റാത്ത പരാതികളുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ്. ടേക്കിംഗ് അപ്പ് ദ സ്പേസ് ഓഫ് അനദർ പാസഞ്ചർ, അല്ലേ? ഈ സച്ചിൻ ഓൾറെഡി ബസ്സിൽ നിൽക്കുകയാണ്, പോരാത്തതിന് മറ്റൊരാളുടെ സ്ഥലം കൂടി സച്ചിൻ ഈ കിറ്റിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുകയാണ്. കാരണം ഹെൽമെറ്റ് ഉണ്ടാവും, പേടുണ്ടാവും, ബാറ്റ് ഉണ്ടാവും. അപ്പോൾ രണ്ടാൾക്ക് നിൽക്കേണ്ട സ്ഥലം സച്ചിൻ്റെ കിറ്റിനും തന്നെ വേണം. ഇത് ഈ പരാതി ആര് പറയാറുണ്ട്? ഈ ബസ് കണ്ടക്ടർമാർ പറയാറുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിരിക്കും. കുട്ടികളുടെ ബാഗ് കണ്ടു കഴിഞ്ഞാൽ ചില ബസ്സുകാർ വളരെ മോശമായിട്ട് നമ്മളോട് പറയാറുണ്ട്. പക്ഷേ വളരെ നല്ല ബസ്സുകാരും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ബസ് കണ്ടക്ടേഴ്സ് ഓഫൻ റൂഡ്, സച്ചിനോട് വളരെ റൂഡായിട്ട്, എന്താ റൂഡ് എന്ന് പറഞ്ഞാൽ അപമര്യാദയായിട്ട് പെരുമാറി. ആൻഡ് വുഡ് സംടൈംസ് ആസ്ക് മീ ടു ബൈ 2 ടിക്കറ്റ്സ്. ചില ബസ്സുകാർ സച്ചിനോട് എന്തുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? 2 ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ടിക്കറ്റ് എന്തിനാണ്? ഒന്ന് സച്ചിന്, രണ്ടാമത്തെ ടിക്കറ്റ് സച്ചിൻ്റെ കയ്യിലുള്ള കിറ്റ്, വലിയ സാധനങ്ങൾ ബാറ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബാഗുണ്ട്, കിറ്റ്, അതിനും ടിക്കറ്റ് വേണം എന്ന് ചില കണ്ടക്ടർമാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ സച്ചിൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളാണ്. ഐ ഡിഡൻറ്റ് ഹാവ് ദ മണി ഫോർ സെക്കൻഡ് ടിക്കറ്റ്, എന്നാൽ രണ്ടാമതൊരു ടിക്കറ്റിനുള്ള പൈസ അന്നേരം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഐ ഹാഡ് ടു ലേൺ ടു മേക്ക് ദീസ് റിമാർക്സ് ഇൻ മൈ സ്ട്രൈഡ്. ഇതെല്ലാം തന്നെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാനിതൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ട്. അതായത് തനിക്കുണ്ടായ പ്രയാസങ്ങളെല്ലാം തന്നെ ഞാൻ അവിടെ ഓർത്ത് വെച്ചിട്ടുണ്ട്. ഡേർട്ടി ക്ലോത്ത്സ് ഓഫൺ ആഡഡ് ടു ദ എംബ്രാസ്മെൻറ്റ്. എൻ്റെ ഏറ്റവും വലിയ എംബ്രാസ്മെൻറ്റ്, അതിശയം എന്ന് പറയുന്നത് എൻ്റെ അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളാണ് എന്നാണ് പറയുന്നത്. വിത്ത് ടൈം ഐ ഇവോൾവ്ഡ് എ വേ ഓഫ് റാപ്പിംഗ് ദ കിറ്റ് ബാഗ് അറൗണ്ട് മീ, അല്ലേ? അതിൻ്റെ ആ വിത്ത് ടൈം, അതേ സമയത്ത് തന്നെ ഐ ഇവോൾവ്ഡ് എ വേ ഓഫ് റാപ്പിംഗ് ദ കിറ്റ് ബാഗ് അറൗണ്ട് മീ. എൻ്റെ ചുറ്റും എന്തുണ്ട്? ഒന്ന് ഡ്രസ്സ് അഴുക്ക് പിടിച്ചതാണ്, 2 എനിക്ക് ചുറ്റും എൻ്റെ കിറ്റ് ബാഗ് ഉണ്ട്. അതായത് മേലിൽ കൂടെയൊക്കെ ചുറ്റിയിട്ടാണ് ഈ കിറ്റ് ബാഗ് ഇട്ടിട്ടുള്ളത്. ജസ്റ്റ് ദ ഹെൽമെറ്റ്, ജസ്റ്റ് ആസ് ദ ഹെൽമെറ്റ് ആൻഡ് പാഡ്സ് ബിക്കെയിം ദ പാർട്ട് ഓഫ് മീ വൈൽ ബാറ്റിംഗ്. ഞാൻ ബാറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയത്ത്, ബാറ്റിങ്ങിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്ന പാഡ്, ഹെൽമെറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ആ കിറ്റിലുണ്ടായിരുന്നു. സോ ദ കിറ്റ് ബാഗ്, അതുകൊണ്ട് ആ കിറ്റ് ബാഗ് ബിക്കെയിം ആൻ എക്സ്റ്റൻഷൻ, അതൊരു അധികപ്പറ്റ് പോലെ അധികമായിട്ട് നിൽക്കുകയാണ് ഓഫ് മീ ഓൺ ദ ബസ്സിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് അത് കുറച്ച് ഓവറായിട്ട് അധികമായ രീതിയിൽ എൻ്റെ മുന്നിൽ, എൻ്റെ അടുത്തത് നിൽക്കുകയാണ്. ഐ വുഡ് ഓഫൻ ടേക്ക് ദ ബസ് ഓർ
ട്രെയിൻ ഫ്രം ദ ബാന്ദ്ര ടു ചർച്ച് ഗേറ്റ്. ഞാൻ എപ്പോഴും ഐ വുഡ് ഓഫൻ ടേക്ക് ദ ബസ്. പതിവായിട്ട് ഞാൻ ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ആണ് പോവാറുള്ളത്. ബാന്ദ്രയിൽ നിന്നും ചർച്ച് ഗേറ്റിലേക്ക് പോവാറുള്ളത്. അവിടെ ബാന്ദ്ര എന്ന് പറയുന്നത് സച്ചിൻ്റെ യഥാർത്ഥ വീട് നിൽക്കുന്ന സ്ഥലമാണ് ബാന്ദ്ര എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ആൾ എ ഗ്രേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ്. സത്യത്തിൽ ആ യാത്രകളെല്ലാം തന്നെ ഒരു ജീവിതാനുഭവമായിരുന്നു എന്നാണ് പറയുന്നത്. ഈവൻ തോട്ട് ഐ ലവ്ഡ്, ഈവൻ ദൗ എന്നാണ്, ഈവൻ ദൗ എന്നിരുന്നാലും ഐ ലവ്ഡ് ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ സച്ചിൻ ഒരുപാട് പ്രയാസങ്ങൾ ബസ്സിൽ അനുഭവപ്പെട്ടു, യാത്രയുടെ അനുഭവപ്പെട്ടു. കണ്ടക്ടർമാർ മോശമായിട്ട് പെരുമാറി. രാവിലെ 7:30 മുതൽ വൈകിട്ട് 7:30 വരെ, 7:15 വരെ അല്ലെങ്കിൽ 7 മണി വരെ പരിശീലനം, ഓടൽ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും സച്ചിന് ക്രിക്കറ്റ് ഇഷ്ടമായിരുന്നു. ദെയർ വെയർ സ്റ്റിൽ ഒക്കേഷണൽ ഡേയ്സ് വെൻ പ്ലേയിങ് വിത്ത് മൈ ഫ്രണ്ട്സ് അറ്റ് ഹോം വാസ് സച്ച് എ ഫൺ. അങ്ങനെയുള്ള സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരുമൊത്ത് കളിക്കുന്ന സമയത്ത് ഒരുപാട് നല്ല അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഫണ്ണി ആയിട്ടുള്ള, രസകരമായ. ഐ വുഡ് കൺവീനിയൻ്റ്ലി ഫൊർഗെറ്റ് ഐ വാസ് സപ്പോസ്ഡ് ടു ഗോ ടു ദ നെറ്റ്സ്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞാൻ പരിശീലനത്തിന് കൂട്ടുകാരൊപ്പം കളിച്ചിരുന്ന സമയത്ത് പരിശീലനത്തിന് പോകുന്നത് പോലും ഞാൻ മറന്നിരുന്നു എന്നാണ് സച്ചിൻ പറയുന്നത്. ഇഫ് ഐ ഡിഡിൻറ്റ് ടേൺ അപ്പ്, ഇനി ഞാൻ തിരിച്ചു പോയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ശിവാജി പാർക്കിലേക്ക് തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ എന്നാണ് പറയുന്നത്, അച്ചരേക്കർ സർ വുഡ് ജമ്പ് ഓൺ ടു ഹിസ് സ്കൂട്ടർ. അച്ചരേക്കർ സാർ തന്നെ അന്വേഷിച്ച് സ്കൂട്ടറിൽ വരികയാണ്. കം ടു ഫൈൻഡ് മീ, അങ്ങനെ എന്നെ കണ്ടെത്തും. സാർ വുഡ് സ്പോട്ട് മീ, ഞാൻ എവിടെയാണെങ്കിലും സാർ എന്നെ തിരഞ്ഞു പിടിച്ച് കണ്ടെത്തും. സ്പോട്ട് മീ എന്ന് പറഞ്ഞാൽ തിരഞ്ഞു പിടിച്ച് കണ്ടെത്തുകയാണ്. ഇൻ ദ മെലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൂട്ടം. ഏത് ആൾക്കൂട്ടത്തിനിടയിലാണെങ്കിൽ പോലും സാർ എന്നെ വന്ന് കണ്ടെത്തും. വിർച്വലി ഡ്രാഗ് മീ, എന്നിട്ട് എന്നെ വലിച്ചിഴച്ച് കൊണ്ടുവരികയാണ്. വിർച്വലി ഡ്രാഗ് മീ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പിടിച്ചു വലിച്ച് സച്ചിനെ കൊണ്ടുവരികയാണ്. ഐ വുഡ് കം അപ്പ് വിത്ത് എക്സ്ക്യൂസസ്, അന്നേരം ഞാൻ ഓരോരോ ന്യായീകരണങ്ങൾ, എക്സ്ക്യൂസസ് ഞാൻ പറയാറുണ്ടായിരുന്നു. ബട്ട് ഹീ വുഡ് ഹാവ് നൺ ഓഫ് ഇറ്റ്, പക്ഷെ അതൊന്നും അച്ചരേക്കർ സാറ് വിലക്കെടുത്തിരുന്നില്ല. ഹി വുഡ് ഗെറ്റ് മീ ടു ചേഞ്ച്, അദ്ദേഹത്തിന് എന്നെ മാറ്റണം. ഹെഡ് ഓഫ് ടു ശിവാജി പാർക്ക്, എന്നിട്ട് എന്നെയും കൊണ്ട് എവിടേക്ക് പോയി? ശിവാജി പാർക്കിലേക്ക് പോയി. ഓൺ ദ ഡ്രൈവ് ഹി വുഡ് ടെൽ മീ, ശിവാജി പാർക്കിലേക്ക് സ്കൂട്ടറിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം പ്ലേയിങ് ഇനെയിൻ ഗെയിംസ്. എന്താണ്? നീ നിൻ്റെ വിലപ്പെട്ട സമയം പാഴാക്കരുത്. ടൈം പ്ലേയിങ് ഇനെയിൻ ഗെയിംസ്, ഇങ്ങനെയുള്ള നിസ്സാരമായ കളികൾ കളിച്ച് വിത്ത് ദീസ് കിഡ്സ്, ഈ നിസ്സാരമായ കുട്ടികളോട് കളിച്ച് നീ നിൻ്റെ സമയം പാഴാക്കരുത് എന്ന് പറയുകയാണ്. ക്രിക്കറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ യു അറ്റ് ദ നെറ്റ്സ്, ക്രിക്കറ്റ് നിന്നെ കാത്തിരിക്കുകയാണ് നെറ്റിൽ എന്ന് പറയുകയാണ്. അതായത് നെറ്റ് പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ശിവാജി പാർക്കിൽ നിന്നെ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ നീ നിൻ്റെ വീടിനടുത്തുള്ള പിള്ളേരപ്പം നീ എന്തിനാണ് കളിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. പ്രാക്ടീസ് ഹാർഡ്, നീ കഠിനമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് സീ വാട്ട് മാജിക് ക്യാൻ ട്രാൻസ്പയർ, എന്നിട്ട് നീ തിരിച്ചറിയണം എന്ത് മാജിക്കാണ്, മാന്ത്രികതയാണ് നിന്നെ മാറ്റാനായിട്ട് കഴിയുക. ട്രാൻസ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റുക, ട്രാൻസ്പയർ മാറ്റുക എന്നാണ്. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത്, ഐ ഹേറ്റഡ് ബീങ് ഡ്രാഗ്ഡ് ഓഫ്, ഈ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ആ ഒരു അവസ്ഥയെ ഞാൻ വളരെയധികം വെറുത്തിരുന്നു എന്ന് സച്ചിൻ പറയുന്നു. ആസ് ഐ ലുക്ക് ബാക്ക്, അല്ലേ, എന്നാൽ ഇന്ന് ഞാൻ അതിലേക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഐ ഫീൽ ഷീപ്പിഷ്, എനിക്കത് വളരെ ലജ്ജാവഹമായിട്ട് തോന്നുകയാണ്. ഷീപ്പിഷ് എന്ന് പറഞ്ഞാൽ വളരെ ലജ്ജ തോന്നിപ്പിക്കുന്ന, നാണം തോന്നിപ്പിക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ. എബൌട്ട് മൈ ആക്ഷൻസ്, ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ചെറുപ്പത്തിൽ ചെയ്ത ഓരോ പ്രവൃത്തികൾ നിങ്ങളുടെ മാതാപിതാക്കൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് പറയാം, ഓൾ ഇങ്ങനെയായിരുന്നു ചെയ്തത്, അവൾ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു, വായിന്ന് വെള്ളം ഒഴിച്ചിട്ടെന്നൊക്കെ പറയുമ്പോൾ അയ്യേ നിങ്ങളതൊന്നും പറയേണ്ടെന്ന് പറയുമ്പോൾ അപ്പം നമുക്കുണ്ടാവുന്നൊരു ജാല്യത, വഷളത്തരം, അതാണ് ഷീപ്പിഷ് എന്ന് പറഞ്ഞാൽ. സച്ചിൻ ഇപ്പോൾ ചിന്തിക്കുകയാണ്,
തന്നെ ഇങ്ങനെ അച്ചരേക്കർ സാറ് വലിച്ചിഴച്ച് കൊണ്ടുപോകുമ്പോൾ അന്ന് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം അത് ആലോചിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ഒരു ലജ്ജ തോന്നുകയാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അതൊക്കെ. ആൻഡ് ക്യാൻ ഓൺലി അഡ്മയർ അച്ചരേക്കർ സാർ ഫോർ ഫാർ സൈറ്റഡ്നെസ്. എന്നാൽ ഇപ്പോൾ സച്ചിന് ക്യാൻ ഓൺലി അഡ്മയർ, ആരാധിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ അച്ചരേക്കർ സാറിൻ്റെ ഫാർ സൈറ്റഡ്നെസ്. എന്താണ് ഫാർ സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ? ദീർഘവീക്ഷണം. അച്ചരേക്കർ സാറിൻ്റെ ദീർഘവീക്ഷണം ഇന്ന് സച്ചിൻ മുൻകൂട്ടി ഇന്ന് അത് കാണുകയാണ്. അച്ചരേക്കർ സാറിന് അറിയാമായിരുന്നു സച്ചിനാണ് ലോകത്തിലെ ഏറ്റവും നല്ല ക്രിക്കറ്റ് പ്ലെയർ ആയിട്ട് മാറുന്നത് എന്നറിയാമായിരുന്നു. അത് അത്ര ചെറുപ്പത്തിലേ അറിയാമായിരുന്നു. ഇന്ന് സച്ചിൻ അതുകൊണ്ട് അച്ചരേക്കർ സാറിനോട് ആരാധനയാണ്. സർ ആൾസോ പണിഷ്ഡ് മീ ഓൺ വൺ ഒക്കേഷൻ. ഒരിക്കൽ ഒരു സന്ദർഭത്തിൽ, ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ സന്ദർഭം, സാർ എന്നെ പണിഷ് ചെയ്തു. എന്താ പണിഷ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിച്ചു. വെൻ ട്രൈങ് ടു ടീച്ച് മീ എ വെരി ഇമ്പോർട്ടൻ്റ് ലെസൺ. അതായത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് അച്ചരേക്കർ സാറ് എന്നെ ശിക്ഷിച്ചു എന്ന് പറയുകയാണ്. വൺസ്, ഒരിക്കൽ, ഐ ബങ്ക്ഡ്. എന്താ ബങ്ക്ഡ് എന്ന് പറഞ്ഞാൽ? മിസ് ചെയ്യുക, കട്ട് ചെയ്യുക. നമ്മളൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് പോകുമല്ലോ. ക്ലാസ് കട്ട് ചെയ്യുക, പരിശീലനം കട്ട് ചെയ്യുക, മീറ്റിംഗ് കട്ട് ചെയ്തൊക്കെ പോകുന്നതിനൊക്കെ നമ്മൾ ബങ്ക്ഡ് എന്നാണ് പറയുക. അപ്പോൾ ഒരിക്കൽ ഐ ബങ്ക്ഡ് മൈ ഡെയിലി ഈവനിങ് പ്രാക്ടീസ്. വൈകുന്നേരത്തെ പ്രാക്ടീസിന് പോവാതെ സച്ചിൻ അവിടുന്ന് മെല്ലെ മുങ്ങുകയാണ്. ടു വാച്ച്, അദ്ദേഹം കാണുകയാണ്. എന്താ കാണുന്നത്? കാണാൻ പോയതാണ്, സിനിമ കാണാൻ പോയതല്ല കേട്ടോ. സച്ചിന് ടു വാച്ച് ആൻഡ് ഇൻ്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച്. ഒരു സ്ഥലത്ത് അവിടെ ഇൻ്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ട്. സച്ചിൻ അത് കാണാൻ വേണ്ടിയിട്ട് പോയി. നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ദാറ്റ്. സച്ചിൻ സത്യത്തിൽ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. നോട്ട് ആൻറ്റിസിപ്പേറ്റിംഗ് ദാറ്റ് സർ വുഡ് ബി ദെയർ എന്നാണ്. സച്ചിൻ ഒരിക്കലും അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ത്? നോട്ട് ആൻറ്റിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക. നോട്ട് ആൻറ്റിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സച്ചിൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സാർ വുഡ് ബി ദെയർ, അച്ചരേക്കർ സാർ അവിടെ എത്തുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഹി വാസ് ആംഗ്രി. എന്നാൽ സച്ചിൻ്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് സാർ അവിടെയും എത്തി. ഞാൻ പറഞ്ഞു സച്ചിൻ എവിടെ ഉണ്ടോ ഇയാൾ അന്വേഷിച്ച് വരും. ആര്? അച്ചരേക്കർ സാർ അന്വേഷിച്ച് വരും. ഹി വാസ് ആംഗ്രി. അച്ചരേക്കർ സാറിന് എന്നോട് ദേഷ്യം തോന്നി. ആൻഡ് ഹീ സെഡ് ഇറ്റ് വാസിൻറ്റ് ഫോർ മീ ടു കം. അങ്ങനെ അദ്ദേഹം പറയുകയാണ്. എന്താണ് പറഞ്ഞത്? ഇറ്റ് വാസിൻറ്റ് ഫോർ മീ ടു കം ആൻഡ് വാച്ച് അതർ പീപ്പിൾ പ്ലേ ഫോർ. എന്നിട്ട് സച്ചിനോട് പറയുകയാണ്, എടാ സച്ചിൻ, അല്ലെങ്കിൽ നീ ഒരിക്കലും മറ്റുള്ളവരുടെ കളി കാണരുത് എന്ന് പറയുകയാണ്. നീ ഇവിടെ ഇങ്ങനെയൊക്കെ പരിശീലനം കട്ട് ചെയ്ത് വന്നിട്ട് മറ്റുള്ളവരുടെ പരിശീലനം കാണരുത് എന്ന് പറയുകയാണ്. ഇഫ് ഐ പ്രാക്ടീസ്ഡ് ഹാർഡ് ഇനഫ്, നീ നന്നായിട്ട്, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സച്ചിൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, സച്ചിനെ നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, വൺ ഡേ പീപ്പിൾ ഫ്രം അക്രോസ് ദ വേൾഡ് വുഡ് കം. ഈ ലോകത്തിൽ മുഴുവൻ ആളുകളും നിൻ്റെ കളി കാണാൻ വേണ്ടിയിട്ട് വരും. നീ വെറുതെ ആവശ്യമില്ലാത്ത ആളുകളുടെ കളി കാണാൻ പോകരുത്. നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ ലോകം മുഴുവനും നിൻ്റെ കളി കാണാൻ വരും എന്ന് പറയുകയാണ്. ആൻഡ് വാച്ച് മീ പ്ലേ. നീ കളിക്കുന്നത്, ഞാൻ കളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിൻ കളിക്കുന്നത്, താൻ കളിക്കുന്ന കളി കാണാൻ ഈ ലോകം മുഴുവനും വരും എന്ന് അച്ചരേക്കർ സാർ ചെറുപ്പത്തിൽ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നത് സത്യമല്ലേ? സച്ചിൻ്റെ കളി ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയും, അല്ലെങ്കിൽ സച്ചിൻ എന്നുള്ള പേര് അറിയാത്ത ഒരു വ്യക്തി പോലും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അച്ചരേക്കർ സാർ എന്നോ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് സത്യമായിട്ട് മാറി. അതാണ് ദീർഘവീക്ഷണം, ഫാർ സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു. ഇനി സച്ചിൻ അവസാനമായിട്ട് ഇതിൽ പറയുന്നൊരു ഭാഗമുണ്ട്, നമുക്കതിലേക്ക് നോക്കാം. ഹാഡ് ഇറ്റ് നോട്ട് ബീൻ ഫോർ സാർ, അങ്ങനെയൊരു സാറ് ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അച്ചരേക്കർ സാർ എന്ന് പറയുന്ന ഒരു സാറ് തൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ, ഐ വുഡ് നോട്ട് ബി ദ ക്രിക്കറ്റർ ഐ ടേൺഡ് ഔട്ട് ടു ബി. ഇന്ന് ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള ഇന്നത്തെ പോലുള്ളൊരു സച്ചിൻ, അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റർ ആവുമായിരുന്നില്ല എന്ന് സച്ചിൻ ഇവിടെ ഊന്നി പറയുകയാണ്. ഹി വാസ് എ സ്ട്രിക്റ്റ്, അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, എന്താ സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ കർക്കശക്കാരനായിട്ടുള്ള ഡിസിപ്ലിനറിയൻ. അദ്ദേഹം ഒരു അധ്യാപകൻ, ഗുരുവാണ്, അല്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു ആളാണ്.
എന്നാണ് പറയുന്നത്. ആൻഡ് ഡിഡ് എവറിത്തിങ് ഹി വുഡ് ഫോർ മീ. അദ്ദേഹം എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്തു തന്നു. ഐ ഓഫ് മൈസെൽഫ് ടു ഹിം. അതുകൊണ്ട് ഞാൻ സ്വയം അദ്ദേഹത്തിൻ്റെ മുന്നിൽ കടപ്പെട്ടിരിക്കുന്നു. ഓവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OWE, ഓവ് എന്ന് പറഞ്ഞാൽ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് പ്രതിസന്ധികളെ സച്ചിൻ നേരിട്ടു. ഒരുപാട് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നു. ആ ദാരിദ്ര്യത്തിൻ്റെയോ കഷ്ടപ്പാടിൻ്റെയോ മുന്നിൽ പകച്ചു പോയില്ല സച്ചിൻ എന്ന് പറയുന്ന ഇതിഹാസ താരം. എന്നാൽ തൻ്റെ പരിമിതികളെ വെല്ലുവിളിച്ച് തൻ്റെ മനസ്സിൽ ഉറച്ച തീരുമാനം, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വളരെ കഠിനമായിട്ട് അദ്ദേഹം അഹോരാത്രം, രാത്രി എന്നില്ലാതെ പകലെന്നില്ലാതെ തളർച്ചയെന്നില്ലാതെ അദ്ദേഹം നിരന്തരമായ കഠിന പരിശ്രമത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നു. അത് അദ്ദേഹത്തിനെ ലോകപ്രശസ്തനായ ക്രിക്കറ്ററാക്കി മാറ്റുകയും ലോകം അദ്ദേഹത്തെ ആ ഇതിഹാസ താരത്തിന് ഒരു പേരു നൽകി, ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ്. അതേ, ക്രിക്കറ്റിൻ്റെ ദൈവം എന്ന പേരും അദ്ദേഹത്തിന് നൽകി. നിങ്ങൾ ഈ സച്ചിൻ്റെ പാഠത്തിൽ നിന്ന് ഉൾക്കൊണ്ട കാര്യങ്ങൾ: പ്രതിസന്ധിയെ നമ്മൾ തരണം ചെയ്യുക, കഠിനമായി പരിശ്രമിക്കുക, ജീവിതത്തിലേക്ക് വിജയം നമ്മളെ തേടി വരും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. നിങ്ങൾക്ക് ഈ പാഠഭാഗം നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വൊക്കാബുലറിയിലെ വേർഡ് മീനിങ്സ് കേട്ട് പഠിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.